മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നവരുണ്ടെങ്കിൽ, അയാൾ അറിയാതെ മറ്റുള്ളവർക്ക് കോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഭർത്താവ് അറിയാതെ മറ്റുള്ളവരോട് കുഞ്ചാനും കുഴയാനും പോകുന്നവളാണെങ്കിൽ, ഈ സമുദായത്തിനെ രണ്ടായി ഭാഗിച്ചാൽ ആ സമുദായത്തിലെ പകുതി പേരുടെ ശിക്ഷ മുഴുവനും ഈ പെണ്ണിന് അല്ലാഹു തആല എഴുതി വെക്കുകയാണ്. ഞാനായിട്ട് പറഞ്ഞതല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയല്ലേ, ചെറിയ വഞ്ചനക്ക് പോലും അല്ലാഹു തആല ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുകയാണ്. കാരണം എന്റെ പെണ്ണേ, നീ നിന്റെ ബാപ്പായുടെ കീഴിലാകുമ്പോൾ, നിന്റെ ബാപ്പയായിരുന്നു നിന്റെ രക്ഷിതാവ്, ആ സ്ഥാനത്ത് നിന്നെ കെട്ടിച്ചു കഴിഞ്ഞാൽ അൽ മർഅതു മിസ്കീന, എല്ലാ പെൺകുട്ടികളും എല്ലാ പെണ്ണുങ്ങളും ദരിദ്രരാണ്, എല്ലാ സ്ത്രീകളും മിസ്കീനുകളാണ്. മാലം യകുല്ലഹാ സൗജൻ, അവർക്ക് ഭർത്താവ് ജീവിതത്തിലില്ല എങ്കിൽ, ഭർത്താവ് ജീവിച്ചിരിപ്പില്ലാത്ത പെണ്ണുങ്ങൾ മുഴുവനും മിസ്കീനത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്, അൽ മർഅതു മിസ്കീന, എല്ലാ പെണ്ണുങ്ങളും മിസ്കീനുകളാണ്, അതേ പാവങ്ങളാണ്. മാലം യകുല്ലഹാ സൗജൻ, അവൾക്ക് ഭർത്താവ് ഇല്ലാത്ത കാലത്തോളം. അപ്പോഴാ സ്വഹാബികളെ നബി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് വഇൻ കാന ലഹാ മാലുൻ, അവൾ വലിയ സമ്പന്നയായാലോ, വലിയ ഉദ്യോഗസ്ഥയായാലോ, വലിയ ശമ്പളം വാങ്ങുന്ന പെണ്ണായാലോ, അപ്പോഴും അവള് ഭർത്താവില്ലെങ്കിൽ മിസ്കീനി തന്നെയാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇൻ കാന ലഹാ മാലുൻ, അവൾ എത്ര വലിയ സമ്പന്നതയുള്ളവളായാലോ, എത്ര വലിയ ശമ്പളം വാങ്ങുന്നവളായാലോ, ഭർത്താവില്ലാത്ത പെണ്ണ് മിസ്കീനാണ് കേട്ടോ. കാരണം അർരിജാല് ഖവ്വാമൂന അലൻ നിസാ, കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം ഭർത്താവാണ് ആ പെണ്ണിന്റെ ഭരണാധികാരി, ആ ഭർത്താവിനെ അനുസരിക്കേണ്ടവരാണ് പെണ്ണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അധികാരത്തിന്റെ ചുവട്ടിലാണ് നമ്മുടെ പെണ്ണുള്ളത്. ഇത് കേട്ടിട്ട് നാളെ മുതൽ ഭാര്യയെ തല്ലാൻ പോകരുത്. നേരെ മറിച്ച് ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊരു ഭരണാധികാരിയാണെങ്കിൽ നമ്മുടെ പ്രജയായ നമ്മുടെ ഭാര്യയോട് അഫു ചെയ്തു കൊടുക്കണോ, മാപ്പ് ചെയ്തു കൊടുക്കുമ്പോഴാണ് സിയാസത്തുൽ മർഅ, ഒരു പെണ്ണിന്റെ പേരിലുള്ള അധികാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആയതുകൊണ്ട് പൊന്നുമോളെ, നിന്റെ ഭർത്താവിനെ വേദനിപ്പിച്ച് എത്ര തന്നെ ഇബാദത്തുകൾ എടുത്താലോ നിനക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ കഴിയൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്, കേരളത്തിന്റെ ഭരണാധികാരികളോ, ഇന്ത്യയുടെ ഭരണാധികാരികളോ, ഇന്ത്യയുടെ ഭരണകൂടമോ പുതിയ തീരുമാനങ്ങൾ ഇങ്ങനെ പത്രങ്ങളിൽ കാണുമ്പോ, ചാനലുകളിൽ വാർത്തകൾ വായിക്കുമ്പോ, ഇതെല്ലാം കണ്ടുകൊണ്ട് ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഭീഷണി മുഴക്കുന്നവരുണ്ട്. മര്യാദക്ക് കടിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളെ നമ്മളെ ജയിലിലാക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ തൊലാക്കങ്ങതാണ്. കാരണം തൊലാക്ക് 3 ഒപ്പം ചൊല്ലിയാ തൂക്കി അവർക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റമെടുക്കുമെന്ന് പുതിയ തീരുമാനമാണ്. ഇങ്ങനെ സ്വന്തം ഭർത്താവിനോട് തൊലാക്ക് വാങ്ങുന്നവരുണ്ട്, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ അങ്ങ് തൊലാക്ക് ചൊല്ലിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടുന്ന പെണ്ണുണ്ടല്ലോ, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യുമംറഅത്തിന സഅലത സൗജഹാ, അതേ
ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനോട് ഒരാവശ്യവുമില്ലാതെ ഒരു പെണ്ണെങ്ങാനും ത്വലാഖ് ചോദിച്ചാൽ ഫഹറാമുൻ അലൈഹാ റായിയത്തുൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് ഹറാമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മമാരെ, നമ്മളെ കല്യാണം കഴിഞ്ഞ പിന്നീട് നമുക്ക് കൂടുതൽ കടപ്പാട് നമ്മുടെ ഉമ്മയോടല്ല, കൂടുതൽ കടപ്പാട് നമ്മുടെ ബാപ്പയോടല്ല, കൂടുതൽ കടപ്പാട് നമ്മുടെ മക്കളോടല്ല, കൂടുതൽ കടപ്പാട് നമ്മുടെ കുടുംബങ്ങളോടല്ല. ആ സ്ഥാനത്തോ ബഹുമാനപ്പെട്ട നിബിതങ്ങൾ പറയുകയാണ്, ആണിന്റെ ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലൽ മർഅ, ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? അവളുടെ കുടുംബങ്ങളോടാണോ, അവളെ ഉമ്മയോടാണോ, അവളെ ഉപ്പയോടാണോ എന്ന് ചോദിക്കുന്ന നേരത്ത് റസൂലുള്ള പറയുകയാണ്, സൗജുഹാ, ഏറ്റവും വലിയ കടപ്പാട് അവളെ കല്യാണം കഴിച്ച ഭർത്താവിനോടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും വലിയ കടപ്പാട് തന്റെ ഭർത്താവിനോട്. അത് കഴിഞ്ഞിട്ടാ ഉമ്മ, അത് കഴിഞ്ഞിട്ടാ ബാപ്പ, അത് കഴിഞ്ഞിട്ടാ മറ്റുള്ള കുടുംബങ്ങള്. കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കടപ്പാട്, ആ പെണ്ണിന്റെ കടപ്പാട് ഇക്കാലം അത്രയും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും ഹക്ക് വീട്ടേണ്ടതും മാതാപിതാക്കളോടാണെങ്കിൽ, ബാപ്പ സ്വന്തം പെണ്ണിനെ അന്യ ഒരു പുരുഷനിലേക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ നിക്കാഹ് ചെയ്യലോടുകൂടെ ഈ പെണ്ണിന്റെ കടപ്പാട് ആദ്യമായി പരിഗണിക്കേണ്ടത് ഭർത്താവിനോടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാലോ ആ സമയത്ത് ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്നാ പിന്നെ ഒരു പുരുഷനുള്ള ഏറ്റവും വലിയ കടപ്പാട് ആരോടാ? ഫഅയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലർറജുലി, ഒരു പുരുഷന് വേണ്ടുന്ന ഏറ്റവും വലിയ കടപ്പാടാരാ? പെണ്ണിനോടാണോ? അല്ല അല്ല. ഭാര്യയോടാണോ? അല്ല അല്ല. മക്കളോടാണോ? അല്ല അല്ല. ആ നേരത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുഹു, അതാ പുരുഷന്റെ ഉമ്മയോടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിന് എന്ന് വെച്ചാൽ ഈ ഭാര്യന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് സ്വന്തം ഭർത്താവ്. പിന്നെങ്ങനെ വേദനിപ്പിക്കും, പിന്നെങ്ങനെ കഷ്ടപ്പെടുത്തും? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞത് ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗ്ഗം, കാലിന്റെ താഴ്ഭാഗത്ത് സ്വർഗമാണ്. പക്ഷേ കല്യാണം കഴിച്ച പെണ്ണെ, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടില്. മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പഠിപ്പിച്ചതാ, സൂക്ഷിച്ച് കളിച്ചോളണം.